അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള കീ ഫോർ അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 13/7/2024 നടന്ന അലിഫ് ടാലൻറ്റ് ടെസ്റ്റ് LP തലം സബ് ജില്ലാ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. വതആവനു അല ഡാഷ് വത്തഖ്വ എന്നാണ്. വതആവനു നിങ്ങൾ പരസ്പരം സഹായിക്കുവിൻ, പരസ്പരം സഹകരിക്കുവിൻ എന്നാണ്. അല ഡാഷ് വത്തഖ്വ എന്നാണ്. ഓപ്ഷൻസ് അൽമാർ, അൽബിർ, അൽജാർ, അൽഹാർ എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ. രണ്ടാമത്തെ ചോദ്യം. സൗറഖ് എന്നതിൻ്റെ ജം ആണ് സവാരിഖ്. സൗറഖ് എന്ന് പറഞ്ഞ ബോട്ട്. അങ്ങനെയെങ്കിൽ ഖറിയത്തുൻ എന്നതിൻ്റെ ജം എന്താണ് എന്നാണ്. ഖറിയത്ത് എന്ന് പറഞ്ഞ ഗ്രാമം എന്നാണ് അർത്ഥം. ഓപ്ഷൻ എ ഖറിയത്തൂൻ, ഓപ്ഷൻ ബി ഖറിയാത്ത്, ഓപ്ഷൻ സി ഖുറ, ഓപ്ഷൻ ഡി ഖുറത്തുൻ എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഖറിയത്തുൻ ജം ഖുറ എന്നാണ് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം. വസീറുൻ ജദീദുൻ ഫി വിസാറത്തി കേരള എന്നാണ്. കേരള മന്ത്രിസഭയിലെ പുതിയ മന്ത്രി ആരാണ് എന്നാണ്. ഓപ്ഷൻ എ രാധാകൃഷ്ണൻ, ഓപ്ഷൻ ബി അബ്ദുറഹ്മാൻ, ഓപ്ഷൻ സി ബിന്ദു, ഓപ്ഷൻ ഡി OR കേളു എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, OR കേളു. അടുത്ത ചോദ്യം. ഇസ്മു മജല്ല KTF എന്നാണ്. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ മാഗസിൻ, കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ഇറക്കുന്ന മാഗസിൻ ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ അൽ ഇത്തിഹാദ്, ഓപ്ഷൻ ബി അദ്ദർസ്, ഓപ്ഷൻ സി അൽ മനാർ, ഓപ്ഷൻ ഡി അൽ മുഅല്ലിം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അൽ ഇത്തിഹാദ്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. റത്തിബ് അൽ ജുംല. അവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് ക്രമീകരിക്കാനാണ്. അവിടെ ഡിസോർഡർ ആക്കിയാണ് കൊടുത്തിട്ടുള്ളത്. അത് ഓർഡർ ആക്കിയിട്ട് സെൻറ്റൻസ് ആക്കി മാറ്റാനാണ്. വസ്വല അൽ മഹത്തോ അൽ ഖിത്തോർ ഇല. ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി എന്നാണ് പറയേണ്ടത്. വസ്വലൽ ഖിത്തോറു ഇലൽ മഹത്ത, അങ്ങനെയാണ് അതിൽ ആൻസറായിട്ട് വരുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ആറാമത്തെ ചോദ്യം. മൻസില് എന്നതിൻ്റെ മുത്തറാദിഫാണ് മസ്കൻ എന്ന് പറയുന്നത്. വീട് എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ ഹാഫിലത്തുൻ എന്നതിൻ്റെ മുത്തറാദിഫ് എന്താണ് എന്നാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബാസുൻ, ഓപ്ഷൻ ബി ഷാഹിനത്തുൻ, ഓപ്ഷൻ സി സഫീനത്തുൻ, ഓപ്ഷൻ ഡി ദറാജത്തുൻ. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ബി ഷാഹിനത്തുൻ എന്ന് പറഞ്ഞാൽ ലോറി എന്നർത്ഥം. സഫീനത്ത് കപ്പൽ, ദറാജത്ത് മോട്ടോർ സൈക്കിൾ. ഏഴാമത്തെ ചോദ്യം. തഖവ് മൂന്നാർ ഫി മൊക്കാത്തോത്തി ഡാഷ് എന്നാണ്. മൂന്നാർ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഓപ്ഷൻ എ കോട്ടയം, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി എറണാകുളം, ഓപ്ഷൻ ഡി കണ്ണൂർ എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് മൂന്നാർ വരുന്നത്. രണ്ടാമത്തെ ചോദ്യം. മാഹുവൽ ഹയവാനുൽ വത്തനി ലിൽ ഹിന്ദ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് എന്നാണ്. ഓപ്ഷൻ എ ഫീലുൻ, ഓപ്ഷൻ ബി ബബറുൻ, ഓപ്ഷൻ സി ഓപ്ഷൻ ഡി സറാഫത്തുൻ. ഫീലുൻ ആന, ബബറുൻ കടുവ, കെൽബ് നായ, സറാഫത്ത് ജിറാഫ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ബബറുൻ. മൂന്നാമത്തെ ചോദ്യം. കം ഒലുവൻ ഫി ഫരീഖി ക്രിക്കറ്റ്. ഒരു ക്രിക്കറ്റ് ടീമിൽ എത്ര അംഗങ്ങളുണ്ട് എന്നാണ്. ഓപ്ഷൻ എ 12, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 14, ഓപ്ഷൻ ഡി 11. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. 11 മെമ്പേഴ്സാണ്, 11 അംഗങ്ങളാണ് ഒരു ടീമിൽ വരുന്നത്. പത്താമത്തെ ക്വസ്റ്റ്യൻ. കാന ഡാഷ് തോലിബൻ നഷീത്തൻ. ഓപ്ഷൻസ് ലിയാന, ലിയാനത്തു, ലിയാനിൻ, ലിയാനു എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലിയാനു. നമുക്കറിയാം കാനയുടെ ഇസ്മായിക്കൊണ്ടാണ് ഇവിടെ ലിയാനു എന്ന് പറയുന്ന പദം വരുന്നത്. അതുകൊണ്ട് തന്നെ കാനയുടെ ഇസ്മിന് റഫ് ആയിരിക്കും, അഥവാ ലം ആയിരിക്കും വരുന്നത്. ലിയാൻ ഒരു ഉന്മേഷവാനായ വിദ്യാർത്ഥിയായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നാമത്തെ ചോദ്യം. മയീസ് അഷാദ് എന്നാണ്. അവിടെ കൊടുത്തിട്ടുള്ളത് കൂട്ടത്തിൽ പെടാത്തത് വേർതിരിക്കാനാണ്. ഓപ്ഷൻ എ ഹലീറത്തുൻ, തൊഴുത്ത് എന്നാണ് അർത്ഥം. പശുവിൻ്റെയൊക്കെ തൊഴുത്തിനാണ് നമ്മൾ ഹലീറത്ത് എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി വിജാറുൻ എന്നാണ്. വിജാർ എന്ന് പറഞ്ഞാൽ മാളം, ഗുഹ എന്നൊക്കെ പറയാനാണ് വിജാർ എന്ന് ഉപയോഗിക്കുന്നത്. ഫനസുൻ ചക്ക. ഒഷുൻ എന്ന് പറഞ്ഞാൽ കൂട്, പക്ഷിക്കൂടിനാണ് ഒഷുൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ കൂട്ടത്തിൽ പെടാത്തതായിട്ട് വന്നിട്ടുള്ളത്, ഫനസുൻ ചക്ക. രണ്ടാമത്തെ ചോദ്യം. കബീർ എന്നതിൻ്റെ ഓപ്പോസിറ്റാണ് സോയിറൻ എന്ന് പറയുന്നത്. വലുത്, ചെറുത് എന്നർത്ഥം. അങ്ങനെയെങ്കിൽ ശ്രീദക്ക്, സത്യസന്ധത എന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് എന്താണ് എന്നാണ്. ഓപ്ഷൻ എ കുഫുലുൻ. കുഫുലുൻ എന്ന് പറഞ്ഞാൽ ലോക്കാണ്, പൂട്ടിനാണ് നമ്മൾ കുഫുൽ എന്ന് പറയുക. ഓപ്ഷൻ ബി കദിബുൻ, കളവ്. ഓപ്ഷൻ സി ഖലിഖുൻ. ഖലിഖ് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത എന്നർത്ഥം. ഓപ്ഷൻ ഡി ഒനിയുൻ എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കദിബുൻ. ശ്രീദക്കുൻ ഓപ്പോസിറ്റായിട്ട് വരുന്നത് കദിബുൻ എന്നാണ്. മൂന്നാമത്തെ ചോദ്യം. അഖ്റബ് വിലായത്തീൻ മിൻ കേരള എന്നാണ്. കേരളത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. ഓപ്ഷൻ എ കർണാടക, തമിഴ്നാട്, ഓപ്ഷൻ ബി കർണാടക, രാജസ്ഥാൻ, ഓപ്ഷൻ സി തമിഴ്നാട്, ഗുജറാത്ത്, ഓപ്ഷൻ ഡി ആന്ധ്ര, കർണാടക.
ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കർണാടക, തമിഴ്നാട്. 14ാമത്തെ ചോദ്യം നോക്കാം. ഐനത്തക്ക ഓ ബവാബത്തുൽ ഹിന്ദ് എന്നാണ്. ഇന്ത്യ ഗേറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഓപ്ഷൻ എ ആഗ്ര, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി ഡൽഹി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഡൽഹി. 15ാമത്തെ ക്വസ്റ്റ്യൻ. മൻ കതബ റിവായത്ത് ഹയാത്തുൽ മാഇസ്. ആടുജീവിതം എന്ന നോവൽ എഴുതിയത് ആരാണ് എന്ന് നമുക്കറിയാം. ഈയിടെ സിനിമയാക്കപ്പെട്ടിരുന്ന ഒരു നോവലും കൂടെയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. ഓപ്ഷൻ എ പൃഥ്വിരാജ്, ഓപ്ഷൻ ബി നജീബ്, ഓപ്ഷൻ സി ബിനിയാമിൻ, ഓപ്ഷൻ ഡി ഹക്കീം എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബിനിയാമിൻ. 16ാമത്തെ ചോദ്യം. മത എന്ന് പറഞ്ഞാൽ വെൻ എന്ന അർത്ഥം, അതായത് എപ്പോൾ എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ മൻ എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ്. മൻ എന്ന് പറഞ്ഞാൽ ആര് എന്നാണല്ലോ അർത്ഥം. അപ്പോൾ അവിടെ ഓപ്ഷൻ എ വു എന്നാണ്, ഓപ്ഷൻ ബി വിച്ച്, ഓപ്ഷൻ സി വേർ, ഓപ്ഷൻ ഡി വാട്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വു. 17ാമത്തെ ചോദ്യം നോക്കാം. സമാനിയശ്ര ഡിസംബർ അഥവാ ഡിസംബർ 18 ഏത് ദിവസമായിക്കൊണ്ടാണ് നാം ആചരിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ എ യോമ ഹുഖൂഖുൽ ഔലാദ്, കുട്ടികളുടെ അവകാശ ദിനമായിക്കൊണ്ട്. ഓപ്ഷൻ ബി യോമുൽ ഖിറാഅ, വായനാ ദിനം. ഓപ്ഷൻ സി അൽ യോമുൽ ആലമി ലിൽ ലുഗത്തിൽ അറബിയ, ലോക അറബി ഭാഷാ ദിനം. ഓപ്ഷൻ ഡി യോമുൽ ഇസ്തിഖ്ലാൽ, സ്വാതന്ത്ര്യ ദിനം എന്നാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമായിട്ടാണ് നാം ആചരിക്കുന്നത്. 18ാമത് ചോദ്യം. ഇഖ്തറ സ്വഹീഹ എന്നാണ്. ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ്. ഓപ്ഷൻ എ അൽ ഉക്കൂമ, ഓപ്ഷൻ ബി അൽ ഹുക്കൂമ, ഓപ്ഷൻ സി അൽ ഉക്കൂമ, ഓപ്ഷൻ ഡി അൽ ഹുക്കൂമ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. എങ്ങനെയാണ് നമ്മൾ അൽ ഹുക്കൂമ എന്ന് എഴുതുക എന്നാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൽ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 19ാമത്തെ ചോദ്യം നോക്കാം. നവാൽ മുഹന്നി മഷ്ഹൂറുൻ ബി എന്നാണ്. നവാൽ മുഹന്നി ഏതിലാണ് പ്രശസ്തനായി തീർന്നിട്ടുള്ളത് എന്നാണ്. ഓപ്ഷൻ എ അൽ ഖുതുബ, ഓപ്ഷൻ ബി അൽ മസ്റഹിയ, ഓപ്ഷൻ സി അൽ ഷിഅർ, ഓപ്ഷൻ ഡി അൽ ഖിസ്സ. അൽ ഖുതുബ എന്ന് പറഞ്ഞ പ്രസംഗം, മസ്റഹിയ നാടകം, ഷിഅർ കവിത, ഖിസ്സ സ്റ്റോറി കഥ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, അഷിഅർ. കഥയിലാണ് അദ്ദേഹം പ്രശസ്തനായി തീർന്നിട്ടുള്ളത്. ാമത്തെ ചോദ്യം നോക്കാം. ആസിമത്തു കർണാടക, കർണാടകയുടെ തലസ്ഥാനം എവിടെയാണ്. ഓപ്ഷൻ എ ബാംഗ്ലൂർ, ഓപ്ഷൻ ബി കൂടക്, ഓപ്ഷൻ സി ന്യൂഡൽഹി, ഓപ്ഷൻ ഡി ചെന്നൈ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ബാംഗ്ലൂരാണ് കർണാടകയുടെ തലസ്ഥാനമായിട്ട് വരുന്നത്. 20 ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. ഇന്ന് പരീക്ഷ എഴുതിയ എല്ലാ കുട്ടികളും അവനവർക്ക് കിട്ടിയ മാർക്ക് താഴെ രേഖപ്പെടുത്തുമല്ലോ. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ.